എനിക്ക് നിന്നെ കണ്ടിട്ട് നിന്നെ ബെഡിലെല്ലാം കിടത്തിയിട്ട് 1.5 hour ഉണ്ട്. പക്ഷെ എന്ത് സീനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാർ സർവീസിന് ഇട്ടിക്കണ്. അപ്പോൾ എനിക്ക് വരേണ്ട ടാസ്ക് കാറാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഉണ്ടാകാൻ വരുമ്പോൾ ചെറുത്തത് ബൈക്ക് ആയതുകൊണ്ട് എന്താ പറയുക, ഈ മോർണിംഗ് ഈ വെയിലത്ത് എനിക്ക് വരണ്ടേ, അതുകൊണ്ടാണ്. ഇപ്പോൾ പറയണമെങ്കിൽ എനിക്ക് ബൈക്കായിട്ട് ഇപ്പോൾ വന്നിട്ട് എന്താ പറയുക, അവിടെ റൂം എടുത്ത് തന്നതില്ല. മോർണിംഗ് കണ്ട് വരുമ്പോഴത്തേനും അവിടെ എത്തുമ്പോൾ ടയർഡാവും. അതുകൊണ്ടാണ്, കാരണം നന്നായിട്ട് വെയിലുണ്ട് ഈ ടൈമിൽ. എന്താ പറയുക, ആകെ സീനാണ്. ഞാൻ ഇപ്പോൾ അവളായിട്ട് സ്റ്റോപ്പായിട്ട് ഫസ്റ്റ് ആയിട്ട് ഇപ്പോൾ 2 വീക്കായിട്ട് ഇപ്പോൾ ഒന്നുമില്ല, ഫുള്ള് ബ്ലോക്ക് ചെയ്തിരുന്നു. ഉമ്മാക്കൊരു ഫംഗ്ഷൻ പോലും പോകാൻ വയ്യാത്ത അവസ്ഥയിലാണ്. പറഞ്ഞ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊപ്പിയും, അതായത് തൊപ്പിയുടെ കൂടെ നടക്കുന്ന ആളുമ്പാട് തൊപ്പി ബൈസെക്ഷലാണ്. അതുകൊണ്ടാണ് ഞാൻ റിലേഷൻ സ്റ്റോപ്പാക്കി പോകുന്നതെന്ന് പറഞ്ഞത്. ഇവിടെ ഇവന്റെ യഥാർത്ഥ സ്വഭാവം തുറന്നു കാണിച്ചിരിക്കുകയാണ്. അതായത് തൊപ്പി ഇതിനകത്ത് വലിച്ചടച്ച് ഫസ്മിനിക്ക് എതിരായിട്ട് നിർത്തുക. അവിടെ കാണിച്ച ചെറ്റത്തരമായിട്ട് തന്നെ ഇതിനെ പറയണം. അതായത് ഫസി പറഞ്ഞു തൊപ്പി ഇത്രക്കാരനാണ്, അതുകൊണ്ടാണ് ഞാൻ ബ്രേക്കപ്പ് ആയത് എന്ന് പറയുമ്പോൾ ചിന്തിക്കാവുന്നതേ ഉള്ളൂ, തൊപ്പിയുടെ ഫാൻസ് ഫസിക്കേറെ തിരിയും. ഫസി തൊപ്പിയെക്കുറിച്ച് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു എന്ന രീതിയിൽ തിരിയും. ഇവിടെ നമുക്ക് തൊപ്പിയുടെ ലൈവ് കാണുന്നവർക്കറിയാം തൊപ്പി എത്രമാത്രം റെസ്പെക്റ്റോടുകൂടിയാണ് ഫസിയെക്കുറിച്ച് സംസാരിക്കുന്നതെന്നും അതുപോലെ തന്നെ ഫസി എത്രമാത്രം റെസ്പെക്റ്റോടുകൂടിയാണ് തൊപ്പിയെക്കുറിച്ച് സംസാരിക്കുന്നതെന്നും. അവിടെ അപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഫസി എന്ന് പറയുന്ന വ്യക്തിക്ക് ബോയ് ഫ്രണ്ടായിട്ട് യവൻ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്, പലരും ഉണ്ടായിരുന്നു എന്ന് യവൻ തന്നെയാണ് പറയുന്നത്. എന്നിട്ടും എന്തുകൊണ്ട് ഫസി എന്ന് പറയുന്ന വ്യക്തി ഇവൻ്റെ പിന്നാലെ നടന്ന് ഇവൻ്റെ കള്ളത്തരങ്ങൾ എന്തുകൊണ്ട് പുറത്തു കൊണ്ടുവരുന്നു എന്ന് ചിന്തിക്കാനുള്ള മനസ്സുള്ളവർക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. ഇവൻ്റെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപാടി നടത്തുക, പോവുക. പക്ഷേ ഫസി ഇവനെ പൂട്ടി എന്ന് തന്നെ പറയണം. ഇവൻ പറയുന്ന കഥ ഏത് തരത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 17 വയസ്സുകാരനായ പാൽക്കാരൻ പയ്യനെ ഫസി പീഡിപ്പിച്ചതുപോലെയാണ് ഇവൻ്റെ കഥ പറയുന്നത്. പക്ഷേ ഈ ഇൻ്റർവ്യൂ കേൾക്കുന്നവർക്ക് മനസ്സിലാവും ഇവൻ പറയുന്നതിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന്. അത് ഇവൻ്റെ ന്യായം കേൾക്കുന്നവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഹലോ, എനിക്ക് ഒന്നും പറയാനില്ല. ഒരു പുതിയ അക്കൗണ്ട് ഇല്ല, 20 ഫോളോവേഴ്സ് ഉണ്ട്. ഞാൻ ഇന്നലെ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട്. എടി ഇന്ന ആരെയും ഫോളോ ചെയ്യണ്ടെന്ന് വിചാരിച്ച് ഞാൻ കളി തരാനുള്ള ആൾക്കാരാണോ? നീ എന്താ പറയുന്നേ? കേട്ടില്ലേ? ഒരു 20 പെൺകുട്ടികൾ എന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാല് അവരോട് ഞാൻ കളി തരാന്ന് പറഞ്ഞിട്ട് ഈ കാര്യം അവരെന്നെ ഫോളോ ചെയ്തെന്ന് പറഞ്ഞു. അത് പിന്നെ ഭാര്യമാരാരാലും ചോദിക്കും, ഭർത്താവിൻ്റെ അക്കൗണ്ടിൽ പെണ്ണുങ്ങൾ മാത്രം ഫോളോ ചെയ്യുന്നു, മറ്റാരുമില്ല. അങ്ങനെയുള്ളപ്പോൾ ഏത് ഭാര്യമാരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. അത് പരസ്യമായിട്ട് ചോദിക്കാറില്ലെങ്കിലും രഹസ്യമായിട്ടെങ്കിലും അവർ ചോദിക്കും. അതും പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് പാസ്റ്റിൽ ഇങ്ങനെ പരിപാടിയുമായിട്ട് നടക്കുന്ന വ്യക്തികളാണെങ്കിൽ അവിടെ ഭാര്യമാരെ എന്തായാലും ചോദിക്കും, എന്താണിത് പഴയ പരിപാടി തുടങ്ങിയിരിക്കുകയാണോ എന്ന് ചോദിക്കും. അതിനെയാണ് അവൻ വേറൊരു രീതിയിൽ ചിത്രീകരിക്കുന്നത്. നല്ല പിള്ളയായിരുന്നെങ്കിൽ പിന്നെയും പറയാമായിരുന്നു. ഇത് ഈ 24 വയസ്സിൽ തന്നെ എന്തൊക്കെ പരിപാടികൾ ഒപ്പിച്ചു വെച്ചെന്ന് എല്ലാവർക്കും ഇതിനോടകം തന്നെ മനസ്സിലായത് തന്നെയാണ്. ഫസിയുടെ ലൈഫിൽ നിന്ന് ഫസി ലല്ലുവിനെ എടുത്ത് മാറ്റിയല്ലേ, എൻ്റെ ലൈഫിൽ നിന്ന് ഞാനാണ് ഫസിനെ എടുത്ത് മാറ്റിയിട്ടുള്ളത്. കാരണം എനിക്ക് അവളെ ഒരു നിലക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നുള്ള സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഞാൻ തീരുമാനിച്ചത്. അതെ, മറ്റുള്ളവരെ പറ്റിച്ചതിൻ്റെ തൊട്ട് ഫസിയെ പറ്റിക്കാൻ കഴിയത്തില്ല എന്ന് മനസ്സിലാക്കിയത് മുതലാണ് ഇദ്ദേഹം ഫസിയെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങിയത്. കാരണം ഫസിയുടെ കയ്യിൽ എല്ലാത്തിൻ്റെയും തെളിവുകളുള്ളത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു പരിപാടിയും അവിടെ നടക്കത്തില്ല. അങ്ങനെയുള്ളപ്പോൾ ആ ബന്ധം ഉപേക്ഷിക്കുക അല്ലാതെ വേറെ നിവൃത്തിയില്ലാതെ ഉപേക്ഷിച്ചതുപോലാണ് എനിക്ക് തോന്നുന്നത്. പ്രണയിച്ചിട്ടില്ല, എന്നെ മനഃപൂർവ്വം ലോക്കാക്കിയതാണ്. എന്നിട്ട് ഞാൻ നിക്കാഹ് കഴിഞ്ഞിട്ടാണ് പ്രണയിച്ച് തുടങ്ങിയത്. അതെ, അതിനു മുമ്പ് പ്രണയമൊന്നും ഇല്ലായിരുന്നു, പക്ഷെ പരിപാടി ഉണ്ടായിരുന്നു. അതെ, ഫസിയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു പ്രണയം തോന്നിയിട്ടില്ല, പക്ഷെ പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ട്. അതാണ് ഈ മഹാന്റെ കഴിവ്. ഇതുപോലുള്ള പല പരിപാടികളും ഇദ്ദേഹം നടത്തിയിട്ടുണ്ടെന്ന് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ ചാറ്റുകളെല്ലാം പലതും ഫസി തന്നെ പുറത്തു വിട്ടിട്ടുണ്ട്. ഇനി വീഡിയോയും കൂടെ പുറത്ത് വിടാതിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഭാഗ്യമെന്ന് മാത്രം കരുതുക. ആ വ്യക്തി തന്നെയാണ് പറയുന്നത് ഫസിയെ പ്രണയിച്ചിട്ടേ ഇല്ല, എന്നെ പൂട്ടിയതാണെന്നാണ് പറയുന്നത്. ഏത് തരത്തിലാണ് ഇദ്ദേഹത്തെ പൂട്ടിയെന്ന് കേൾക്കുമ്പോഴാണ് അതിലും വലിയ കോമഡി ആയിട്ട് തോന്നുന്നത്. അപ്പൊ അവൾ എന്നെ വഞ്ചിച്ച് തുടങ്ങുന്ന ടൈമായിരുന്നു. ഞാൻ നിക്കായിനിപ്പോ പ്രണയിച്ച് തുടങ്ങിയായിരുന്നു, പക്ഷെ ആ ടൈമിൽ അവൾ എന്നെ വഞ്ചിച്ച് തുടങ്ങിയായിരുന്നു. അതങ്ങനെ സംഭവിക്കുന്നേ. ഇപ്പം വെറുതെ ഇരിക്കുന്ന എന്നെ ഒരാൾ വന്നിട്ട് വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കും. എനിക്ക് താല്പര്യം വേണം, ഓക്കെ, വിവാഹം കഴിക്കാം. അല്ലാത്ത പക്ഷം അതെങ്ങനെ ലല്ലുവിന്റെ സമ്മതമില്ലാതെ നിക്കാഹിലോട്ട് പോകുന്നത്? നാളെ ഒരിക്കൽ ബ്രോഡ് ഏതെങ്കിലും ഫ്രണ്ട് വന്നിട്ട് പിന്നെ ഞാൻ അജിന്റെ കുട്ടിയാണ് എന്റെ വയറ്റിൽ കിടക്കുന്നത്, ഞങ്ങൾ പ്രഗ്നന്റ് ആയി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യുമ്പോൾ ബ്രോ പിന്നെ കല്യാണം കഴിക്കാതിരിക്കും. ഒരു പെൺകുട്ടി ഒന്ന് നാളെ എൻ്റെ വയറ്റിൽ നിന്റെ കുട്ടി കിടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പോയി കല്യാണം കഴിക്കുകയാണ് ചെയ്യുന്നത്. ഇവന് പക്വതയില്ലാത്തതിൻ്റെ കുഴപ്പമുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു പെൺകുട്ടി എന്ന് പറയുന്നു എൻ്റെ വയറ്റിൽ നിന്റെ കുട്ടി കിടക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ ഉടനെ കല്യാണം കഴിക്കണമെന്നാണ് ഈ വ്യക്തി പറയുന്നത്. ഇത് കേൾക്കുമ്പം പലർക്കും തോന്നി അവൻ മണ്ടനാണെന്ന്. പക്ഷെ സത്യാവസ്ഥ ഇതൊന്നുമല്ല, ഇവൻ മണ്ടനെ പോലെ അഭിനയിക്കുകയാണ്. ഇവനൊന്നും അറിയത്തില്ല എന്ന രീതിയിൽ എല്ലാം അഭിനയിക്കുകയാണ്. മറ്റ് പരിപാടികളൊക്കെ നടത്താൻ അവൻ എല്ലാത്തിനും നല്ല കഴിവുണ്ട്, ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല എന്നങ്ങ് അഭിനയിക്കുകയാണ്. ഈ ലൈംഗികപരമായിട്ട് ബന്ധം വേണമെങ്കിൽ ഒരു പ്രണയം തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവണം. പ്രണയം ഒന്നും ഉണ്ടായിട്ടില്ല. ഇവള് നിങ്ങൾ പരിചയപ്പെടുന്നത് എങ്ങനെയാ? ഫസിയും ലല്ലുവും പരിചയപ്പെടുന്നത് എങ്ങനെയാ?
ഞങ്ങൾ എറണാകുളം വാക്കുവെന്നാണ് പരിചയപ്പെടുന്നത്. പരിചയപ്പെട്ട് ഇവളെ കുറെ സാഡ് സ്റ്റോറീസ് ഒക്കെ എന്നോട് പറഞ്ഞിട്ടാണ് എന്റെ സിമ്പതി പിടിച്ചു പറ്റാൻ അവള് എന്നിലോട്ട് എത്തണേ. പറഞ്ഞ കഥകളൊക്കെ എന്തൊക്കെയായിരുന്നു? പറഞ്ഞ കഥകൾ അവന്റെ ഇതാക്കി പോയി. ആര്യ? അവളെ എക്സ്, ഈ തൊപ്പി എന്ന പേഴ്സൺ അവളെ ഒഴിവാക്കി പോയി. ഇവിടെ ഇവൻ തൊപ്പിയെ മാക്സിമം ഇതിലോട്ട് വലിച്ചിടാൻ നോക്കുന്നുണ്ട്. കാരണം എന്താണ്, ഫസി തൊപ്പിയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു എന്നറിയുമ്പോൾ, അതായത് ഫസി തൊപ്പിയെക്കുറിച്ച് മോശമായിട്ട് പറയുന്നു എന്ന് ആർക്കെങ്കിലും ഒക്കെ തോന്നുമ്പോൾ കുറച്ച് പേര് അവൻ്റെ കൂടെ നിൽക്കത്തില്ലേ? അങ്ങനെ ഫസിക്ക് നല്ലൊരു ഹെയ്റ്റ് ഉണ്ടാക്കി കൊടുക്കാം. ഇതിനു മുമ്പ് ഫസിക്ക് ഹെയ്റ്റ് ഉണ്ടായിരുന്നു, അത് വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും ഇവൻ കൂടെ തൊപ്പിയുടെ പേരെടുത്തിരുന്നത്. അല്ലെങ്കിൽ തന്നെ ഫസിക്ക് ഇതിനു മുമ്പ് തൊപ്പി അല്ലാതെ പലരുമായിട്ടും റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോൾ അവിടെ ഒന്നും പേര് പറയത്തില്ല, തൊപ്പിയുടെ പേര് പറയണം. അവിടെയൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും, ഫസിക്കുണ്ടായിരുന്ന പല റിലേഷൻഷിപ്പിലും അവിടെ ഒന്നും പേര് നമുക്കറിയത്തുമില്ല, അവരെക്കുറിച്ചൊന്നും ഫസി മോശമായിട്ട് പറഞ്ഞതുമില്ല. എന്നാൽ ഇവൻ്റെ കാര്യത്തിൽ മാത്രം എന്തുകൊണ്ട് ഇത്രയും മോശമായുള്ള കഥകൾ വരുന്നു, എന്തുകൊണ്ട് അതിനെതിരെ ഫസി തിരിയുന്നു എന്നാലോചിച്ചാൽ മാത്രം മതി ഫസിയുടെ മറ്റ് റിലേഷൻഷിപ്പിൽ നിന്നും ഇവനെ വ്യത്യാസമാക്കുന്നത് അതുതന്നെയായിരിക്കും. അതായത് ഏറ്റവും മോശമായുള്ള വ്യക്തി എന്ന രീതിയിലാണ് ഫസി തന്നെ പറഞ്ഞു വെക്കുന്നത്. അവിടെയൊക്കെ തെളിവുകൾ നിരത്തി പല കാര്യങ്ങളും പറയുമ്പോൾ ഫസിയുടെ കൂടെ നിൽക്കുന്നവരാണ് കൂടുതൽ പേരും ഉള്ളത്. ആ സമയത്ത് ഫസി തൊപ്പിക്കേറെ പല കാര്യങ്ങളും പറഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ കുറച്ച് നെഗറ്റീവ് ഉണ്ടാക്കി വെക്കാം. അതിനാണ് ഈ മാന്യൻ ശ്രമിക്കുന്നത്. പക്ഷേ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും ഇതെങ്ങോട്ടാണ് ഇത് വളച്ചൊടിക്കുന്നതെന്ന്. പിന്നെ എന്താ റീസൺ കാര്യങ്ങളൊക്കെ എന്നോട് ഒരുപാട് റീസൺ പറഞ്ഞ റീസൺ എന്താണ്? പറഞ്ഞ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊപ്പിയും അതായത് തൊപ്പിയുടെ കൂടെ നടക്കുന്ന ആളുംപാട് തൊപ്പി ബൈസെക്ഷലാണ്. അതുകൊണ്ടാണ് ഞാൻ റിലേഷൻ സ്റ്റോപ്പ് ആക്കി പോകുന്നതെന്ന് പറഞ്ഞത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവന് തന്നെ ഉറപ്പില്ലാത്തൊരു കാര്യം, അതും ഫസ്മിനെ പറയുന്നതെല്ലാം കള്ളത്തരമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഫസ്മിനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ആ കാര്യം ഇവിടെ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഒരിക്കലുമില്ല. അത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തെ മറ്റൊരാളെ അതിലേക്ക് വലിച്ചഴച്ച് മറ്റൊരാൾക്ക് ഹെയ്റ്റ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയത്തുള്ളൂ. ഇവിടെ എനിക്ക് പറയാനുള്ളത്, തൊപ്പിയെ സ്നേഹിക്കുന്നവർ ഫസിക്കേറെ പോയി കമൻ്റ് ഇടാതിരിക്കുക എന്നുള്ളത് മാത്രമാണ്. കാരണം യവൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസി മുഴുവൻ പറയുന്നത് കള്ളത്തരമാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഫസി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് കള്ളത്തരമാണെന്ന് ചിന്തിക്കാനുള്ള കഴിവ് അവനും ഇല്ലേ? എന്നിരുന്നാലും ഇക്കാര്യം പറയുകയാണെങ്കിൽ തനിക്ക് സപ്പോർട്ട് കിട്ടുന്നെങ്കിൽ സപ്പോർട്ട് കിട്ടട്ടെ എന്ന് വിചാരിച്ചായിരിക്കും പറഞ്ഞത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഫസിക്കുണ്ടായിരുന്ന റിലേഷൻഷിപ്പിൽ നിന്നും ഏറ്റവും മോശം വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഫസി തന്നെ അവനെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവൻ്റെ പിന്നിൽ നടന്ന് തന്നെ അവൻ്റെ കഥകളെല്ലാം പൊക്കിക്കൊണ്ടുവരുന്നത്. പക്ഷെ അന്വേഷിച്ച് വന്നപ്പോൾ ഇങ്ങനെ ഒന്നല്ല, ഇതൊന്നല്ലേ യഥാർത്ഥം. ഇവിടെ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും, ഇവൻ തന്നെ ആദ്യം പറയുന്നുണ്ട് ഫസി ഉപേക്ഷിച്ച് പോയതാണെന്ന്. ഇക്കാരണങ്ങളൊക്കെ പറഞ്ഞ് ഫസി ഉപേക്ഷിച്ച് പോയതാണെന്ന്. എന്നാൽ പിന്നീട് യവൻ തന്നെ പറയുന്നുണ്ട് തൊപ്പി തന്നെ ഉപേക്ഷിച്ചതാണെന്ന്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? യവൻ പറയുന്നത് കള്ളത്തരമാണ് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഇങ്ങനൊരു കഥ ഒരു പെൺകുട്ടി വന്ന് ലല്ലുവിനോട് പറയുന്നു, സ്വാഭാവികമായിട്ട് മനസ്സലിഞ്ഞ് ലല്ലു പറയുന്നു ഒരു ഇഷ്ടം തോന്നുന്നു. സ്വാഭാവികമായിട്ട് മനസ്സറിന്റെ ഇഷ്ടമല്ല തോന്നി, ഒരു സെന്റിമെന്റ്സ് തോന്നി, ഒരു സഹതാപം തോന്നി. എന്നിട്ട് അവൾ വിളിക്കുമ്പോൾ അവളെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാൻ, അവള് വിളിക്കുമ്പോൾ ഫുഡ് കഴിക്കാൻ പോകുമ്പോഴൊക്കെ അവളെ പിക്ക് ചെയ്യാൻ ഇതിനൊക്കെ അവള് പിന്നെ തൃക്കാക്കരയുള്ള വീട്ടിലോട്ട് പോയിട്ടുണ്ട്. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യണത്. പിന്നെ ഞാൻ 3 ദിവസം കോൾ ചെയ്തിട്ട് എനിക്ക് 3 ദിവസം കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ എടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നു. അതിന് ഞാൻ പെട്ടെന്ന് നാട്ടിലോട്ട് പോകാൻ വിചാരിച്ചു. അപ്പൊ ആ ഒരു ഇത് ആയതുകൊണ്ട് തന്നെ ഞാൻ കോള് അറ്റൻഡ് ചെയ്തില്ല. ഞാൻ ഇവിടെ നേരെ എൻ്റെ ഹോട്ടലിലോട്ട് വന്ന്, നോർത്തിലാണ് റൂം എടുത്തിരുന്നത്. നോർത്തിലോട്ട് വന്ന് അവള് റൂമിലോട്ട് കയറി, എനിക്ക് മെയിൻ ടോക്കില്ല, നീ ഒന്ന് കോൾ ചെയ്തെടുക്കാതെ കാകുള്ള ഒരു ഫ്രണ്ടാണ്, നീ എല്ലാവരും ഇന്നെ ഇങ്ങനെ ഒഴിവാക്കിയിട്ടുള്ളൂ, എൻ്റെ കൂടെ ജെന്യൂൻ ആയിട്ട് ഒരു ഫ്രണ്ടും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പൊ ഞാൻ സോറി ഞാൻ തിരക്ക് പെട്ടുകൊണ്ടാണ് കോൾ എടുക്കാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സംസാരിച്ചു. പിന്നെ പിറ്റേ ദിവസം ഇതേമാതിരി വരും. എൻ്റെ ഡയറക്റ്റിന്റെ റൂം മനസ്സിലായല്ലോ, എൻ്റെ സ്നാപ്പിൽ ലൊക്കേഷൻ നോക്കിയിട്ട് വന്നിരുന്നത്. സ്നാപ്പിൽ നമ്മൾ ലൊക്കേഷൻ ഓൺ ആക്കിയിട്ട് എനിക്ക് കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. അങ്ങനെയാണ് വന്നിരുന്നത്, അല്ലാതെ അവൾക്ക് ആ ഫ്ലാറ്റും റൂം ഒന്നും അറിയത്തില്ല. അങ്ങനെ ഇവൾ അങ്ങോട്ട് വരുന്നത്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരലായി. പിന്നെ ഫസ്റ്റ് ഞങ്ങൾ ഇന്റിമേറ്റ് ആവണേ, എനിക്ക് ഒരു താല്പര്യം ഉണ്ടായിട്ടില്ല അവളായിട്ട്, ഒരു ഫീലിങ്സ് എന്ന സംഭവം എനിക്ക് അവളെ ഒരു പാട്ടിലും നോക്കിയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതെ, ഇവന് ഒരു ഫീലിങ്സും തോന്നിയിട്ടില്ല. പക്ഷെ അവൻ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടു. എന്തൊക്കെ മണ്ടത്തരമാണ് അവൻ പറയുന്നത്? ഒരു ഫീലിങ്സ് പോലും ഇല്ലാതെ ആരെങ്കിലും ഏതെങ്കിലും ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടാൻ കഴിയുമോ? അതും എത്ര വൃത്തികെട്ട രീതിയിലാണ് അവൻ പറയുന്നത്. എനിക്ക് അവളുടെ ഒരു പാർട്ടിൽ പോലും ഒരു ഫീലിങ്സും തോന്നിയില്ലെന്ന്. ഒരു സ്ത്രീയെ ഏറ്റവും മോശമായിട്ട് എങ്ങനെ ചിത്രീകരിക്കാം, അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇവൻ എന്ന് പറയുന്ന വ്യക്തി. ഇവനിപ്പോൾ സ്വന്തം ഭാര്യയുടെ കാര്യങ്ങൾ ഇത്രയും ലൈവായിട്ട് പറയുകയാണെങ്കിൽ ഇവൻ ഒളിമറിഞ്ഞ് നിന്ന് എന്തൊക്കെയായിരിക്കും പറയുന്നത്? ഇവൻ്റെ കൂടെ പോകുന്ന പെണ്ണുങ്ങളുടെ കാര്യങ്ങളെല്ലാം പോക്കാം, അവർക്കെല്ലാം ഇതേ ഗതിയായിരിക്കും വരുന്നത്. ഇതുപോലൊരു മാധ്യമത്തിൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഒളിഞ്ഞു നിന്ന് അവൻ ഉപയോഗിച്ച പലരെക്കുറിച്ചും എന്തൊക്കെയായിരിക്കും അവൻ പറയുന്നത്? ഇത്രയൊക്കെ അറിഞ്ഞിട്ടും ഇവൻ്റെയൊക്കെ കൂടെ പോയി താമസിക്കുന്നവരെ ഒന്നും പറയാനില്ല, നല്ല പണി കിട്ടും, പണി കിട്ടിയിട്ട് വന്ന് കരയരുത്, ഇവനെക്കുറിച്ച് പല കാര്യങ്ങളും പല രീതിയിലും പറഞ്ഞതാണ്, എന്നിട്ട് മനസ്സിലാക്കാതെ പോകുന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല, അനുഭവിക്കുക. ഉള്ള ഓപ്പൺ ആയിട്ട് പറയാലോ, ഒരു ബോഡി പാർട്ടിൽ നോക്കിയിട്ട് ഒരു ഫീലിങ്സ് തോന്നിയിട്ടില്ല. പക്ഷേ
അതിലോട്ട് എത്തിപ്പെടുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബ്രോക്ക് അറിയോന്ന് അറിയത്തില്ല. ബാങ് എന്നിട്ടൊരു മിഠായി ഉണ്ട്. ഒരു ജ്യൂസ് ഓർഡർ ചെയ്തിട്ട് ജ്യൂസിൽ ഈ ബാങ് മിഠായി കലക്കിയിട്ട് ജോയിന്റിന്റെ ഒരു മിഠായിയാണ് അത് കലക്കിയിട്ട് എനിക്ക് തന്നിട്ട് ഞാൻ തലക്ക് എനിക്ക് എന്തോ മാതിരിയായിട്ട് അന്നാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് ഇവളായിട്ട് ഇന്റിമേറ്റ് ആണ്. അതെ, 24 തികഞ്ഞ പാൽക്കാരൻ പയ്യനെ പീഡിപ്പിച്ചു. എന്തോ കലക്കി കൊടുത്ത് പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. കലക്കി കൊടുത്തതും അറിയാം, അത് കഴിച്ചതും അറിയാം. പക്ഷെ പിന്നീട് എല്ലാത്തിനും വഴങ്ങി കൊടുക്കുന്ന രീതിയിലാണ് ഈ മഹാൻ പറഞ്ഞു വെക്കുന്നത്. എന്തൊരു വിഡ്ഢിത്തരമാണ് ഞാൻ പറയുന്നത്. ഈ കഥകൾ കേൾക്കുമ്പോൾ ആരെങ്കിലും വിശ്വസിക്കുമോ? എല്ലാം സംഭവിച്ചത് എന്തൊക്കെയോ കലക്കി തന്ന് അത് കഴിച്ചത് മുതലാണ് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കേണ്ടി വന്നത് എന്ന രീതിയിലാണ് ഈ വ്യക്തി പറഞ്ഞുണ്ടാക്കുന്നത്. അത്യാവശ്യം വിവരമുള്ളവർക്ക് മനസ്സിലാവും ഇവൻ എന്താണ് സ്ഥാപിക്കാൻ പോകുന്നതെന്ന്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ പുണ്യാളനാണ്, പലതും കലക്കിത്തന്ന് എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്, അങ്ങനെയാണ് ഗർഭം ഉണ്ടാക്കിയത് എന്ന രീതിയിലാണ് ഈ മഹത് വ്യക്തി പറഞ്ഞു വെക്കുന്നത്. അല്ല, ഇവൻ്റെ ഗേൾഫ്രണ്ട് ചിലപ്പോൾ ഇതൊക്കെ വിശ്വസിക്കുമായിരിക്കും, അവൻ്റെ കൂടെ നടക്കുന്നവരും ഇതൊക്കെ വിശ്വസിക്കുമായിരിക്കും. പക്ഷേ എല്ലാവരെയും മണ്ടന്മാരാക്കല്ല്. നീ മണ്ടനായിട്ട് നടന്നോളൂ, പക്ഷെ അത് അഭിനയിച്ച് കാണിക്കരുത്, അതെല്ലാവർക്കും മനസ്സിലാവും. അല്ല, ഈ ബാങ്ക് കലക്കി തരുന്ന സമയത്തെ ഇതിങ്ങനെ ഒരു സാധനമാണ്, ഇത് ഫസ്റ്റ് ടൈം ഒന്നും അല്ലല്ലോ, അത് അത്രയ്ക്ക് അറിയാതിരിക്കാൻ ലല്ലു പൊട്ടനായിരുന്നു. ഈ ഇന്റർവ്യൂ എടുക്കുന്ന അജിന് തന്നെ അത് മനസ്സിലായി. പക്ഷേ അവൻ്റെ മുഖത്തോക്കി ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. എന്നാലും മുഖത്തോക്കി തന്നെ ചോദിക്കുന്നുണ്ട്, നീ പൊട്ടനാണോടാന്ന്. അപ്പോൾ അവൻ പറയും, ഞാൻ പൊട്ടനല്ല, ഞാൻ പൊട്ടനായിട്ട് അഭിനയിക്കുകയാണെന്ന്. ആ ഒരു രീതിയാണ് ഈ ഇന്റർവ്യൂവിൽ മൊത്തം ഉള്ളത്. അവൻ അഭിനയിച്ചോട്ടെ, അവൻ്റെ കഴിവ് തെളിയിച്ചോട്ടെ. അങ്ങനെ നാട്ടിലോട്ട് പോകുന്ന ടൈമിൽ ഇവള് പ്രഗ്നന്റ് ആയിട്ട് വീഡിയോ ഉണ്ട്. പിന്നെ എന്റെ മിസ് ചെയ്യുന്നുണ്ട്, ബ്ലഷ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് മലപ്പുറത്തോട്ട് വന്നവള്. ബോയ് ഫ്രണ്ട് മിസ് ചെയ്യേണ്ടിട്ട് എന്നോട് ഒരു പെർമിഷൻ പോലും ചോദിക്കാതെ എന്റെ നാട്ടിലോട്ട് വന്ന് വളാഞ്ചേരി എത്തിയിട്ട് ഞാൻ വീട്ടിലോട്ട് വരും, അല്ലെങ്കിൽ ഇങ്ങോട്ട് വായുന്നുണ്ട് അങ്ങനെ വിളിച്ചെടുത്തിരുന്നു. ഞാൻ അന്ന് വെളുപ്പിന് ഒരു 6 മണി 7 മണി ആ ടൈമിൽ ഞാൻ അവളെ മാട്ടിൽമാള, എൻ്റെ വളാഞ്ചേരി മാട്ടിൽമാള എൻ്റെ സ്ഥലത്തോട്ടാണ് ഓളോളെ ഫ്രണ്ടും പാടി വന്നത്. 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. 2 ഫ്രണ്ട്സും ഇവളും ഒരു കാറിലായിട്ട് എറണാകുളത്ത് നിന്ന് മലപ്പുറത്തോട്ട് വന്നിരുന്നു. ഞാൻ അവളെ കാണാൻ പോയിട്ട് ഇതിന്റെ കൂടെ വാ എല്ലാം തന്നെ ഞാൻ ഇവിടുത്തെ പോലാറുണ്ട്. ഞാൻ അതിന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. പക്ഷേ അത് എല്ലാം അവൾ നിർബന്ധിക്കുകയാണ്, എല്ലാം ഭീഷണിപ്പെടുത്തി അങ്ങ് ചെയ്യിക്കുകയാണ്. ഇദ്ദേഹം അതിനെല്ലാം അങ്ങ് വഴങ്ങിക്കൊടുക്കുകയാണ്, പേടിച്ച് വഴങ്ങിക്കൊടുക്കുകയാണ്. ഈ പേടിയൊക്കെ ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടിക്ക് പോകത്തില്ല, ഇതിനു മുമ്പും ഇങ്ങനെയുള്ള കലാപരിപാടിക്ക് പോകത്തില്ല. ഇത് പേടിയുള്ള പോക്കല്ല, സുഖം കിട്ടാൻ വേണ്ടിയുള്ള പോക്കാണെന്ന് ഏതൊരാൾക്കും മനസ്സിലാവും. പച്ചയായിട്ട് പല കാര്യങ്ങളും തുറന്നു പറയേണ്ട അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കാരണം ഇവരെ പോലുള്ളവരൊക്കെ വെളുപ്പിക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയും പല പെൺകുട്ടികൾക്കും ഇതുപോലുള്ള അവസ്ഥകൾ വരും. ഇറങ്ങുന്ന ഒരു ദിവസം അവരോട് സ്റ്റേ ചെയ്തിട്ടുണ്ട്. പിന്നെ വളാഞ്ചേരി ഒരു ഹോട്ടലിൽ ഇവർ 3 പേരും പാടി, ഇവിടെ 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ബോയ്സ്, പിന്നെ ഇവളും സ്റ്റേ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത് ഒരു ദിവസം അവിടെ നിന്ന് ഞങ്ങൾ ഇവിടെ പൊന്നാനി കർമാറോട് ഒരു കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്, അവിടെ പോയി കണ്ടതിന് ശേഷമാണ് ഞാൻ ഇവളെ കൂടെ തിരിച്ച് എറണാകുളത്തോട്ട് വരുന്നത്. എറണാകുളത്ത് വന്നിട്ട് ഇന്നെ നേരെ അവളെ റൂമിലോട്ടാണ് അവൾ വിളിച്ചുകൊണ്ട് പോയി താമസിപ്പിക്കാൻ. പക്ഷെ ഞാൻ അവിടെ താമസിച്ചില്ല, നേരെ എന്ത് ചെയ്ത് ഒരു ഹോട്ടലിൽ റൂം എടുത്തിട്ട് അവിടെ വന്നിരുന്നു. പിന്നെ ഇവിടെ റൂമിലോട്ട് വിളിക്കും, പക്ഷേ ഞാൻ ഹോട്ടലിൽ സാധനങ്ങളൊക്കെ ഹോട്ടലിൽ വെക്കും, റൂം എടുത്തിട്ട് അങ്ങോട്ട് രാത്രി ആകുമ്പോൾ ഇവൾ വിളിക്കും, അങ്ങോട്ട് പോകും. കാരണം ഇങ്ങനെയൊക്കെയുള്ള കഥകൾ പറയുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന പലർക്കും ഇതുപോലുള്ള ആരോപണം ഉണ്ടായിട്ടുണ്ട്. അവർക്കൊക്കെ എന്തുകൊണ്ട് ഇങ്ങനൊരു കഥ വികസിപ്പിച്ചെടുത്തുകൂടാ? എന്നെ പാലിൽ എന്തൊക്കെയോ മയക്കി തന്ന് അവൾ എന്നെ കൊണ്ടെല്ലാം ചെയ്യിപ്പിച്ചതാണ് എന്നൊരു കഥ അവർക്കൊക്കെ എന്തുകൊണ്ട് മെനഞ്ഞെടുത്തുകൂടാ എന്ന് ചിന്തിക്കുന്നതായിപ്പോവും പലരുടെയും അവസ്ഥ. എന്തായാലും ലല്ലുവിൻ്റെ വെടിക്കഥ കേട്ട് കുറേ പേര് ഞെട്ടിയിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത്രയും മാന്യനായ ഒരു മഹത് വ്യക്തിയെ ഇങ്ങനെയൊക്കെ ചെയ്ത് ആ പെൺകുട്ടി സ്വയം ഗർഭിണിയായത് എന്തൊരു അനീതിയാണ്. ഇതൊന്നും ആരും ചോദ്യം ചെയ്യാനില്ല എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കിച്ചണിലാണെന്ന് ഞാൻ ഒരു പ്രാവശ്യം കയറി പഠനം ഞാൻ അന്ന് കാണുന്നത് ഇവള്, പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഇവള് പിന്നെ ഇവളെ 3 ഫ്രണ്ട്സ് പ്രമുഖരാണ്, പേര് ഞാൻ പറയുന്നില്ല. ഇവര് 3 പേരും പാടി നമ്മളെ കിച്ചണിൽ ഉണ്ടാവില്ലേ നമ്മളെ ഇരിക്കുന്ന സ്ഥലം, അവിടെ നിന്ന് ജോയിന്റ് അടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇവർക്കെതിരെ ഓൾറെഡി റൂമിന്റെ ഓണേഴ്സ് ഇവരെ അവിടെ താമസിക്കുന്നതുകൊണ്ട് തീരെ താല്പര്യമില്ല. ഇവർ പല ടൈമിലും അങ്ങോട്ടും ഇങ്ങോട്ട് കയറ്റി ഇറക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന് താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് പിന്നെ എനിക്ക് ഓണർ അവിടുത്തെ നെബേഴ്സിന്റെ അടുത്ത് നെഗറ്റീവ് ഒരു ഇത് കിട്ടി. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്ത് അവിടെ താമസിക്കാതിരിക്കാൻ മെയിൻ റീസൺ. എന്നിട്ട് ഇവള് ഇങ്ങനെ വിളിക്കും. പിന്നെ ഒരു പ്രാവശ്യം എന്നെ വിളിക്കണം അവളെ റൂമിലോട്ട്, എടാ എന്റെ എക്സ് വേറെ റിലേഷനിലായിക്കണം, അപ്പോ എനിക്ക് അവനെ പൊളിപ്പിക്കാൻ വേണ്ടിട്ട് ഒരു വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് വീഡിയോ എന്ന് ചോദിച്ചു. നീ വായോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വരാം, ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ പോയ ടൈമിൽ നീ ജസ്റ്റ് എന്റെ കൈയിന്റെ ഇവിടെ ഇങ്ങനെ പിടിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ടതാണ്. അന്നാണ് ഇവള് എന്റെ പെർമിഷൻ പാടി ചോദിക്കാതെ, ലൈക്ക് ഞാൻ എന്റെ ഫേസ് അതിൽ കാണൂല എന്ന് പറഞ്ഞ എന്റെ ഫേസിന് ഇത്രയും ഭാഗം കാണുന്നുണ്ട്, ഇവിടെ നിന്ന് ഈ ഭാഗം കാണുന്നുണ്ട്. ഒരു മെഹബൂബ എന്നുള്ള ഒരു സോങ് ആയിട്ട് തോന്നുന്നു. ഐ തിങ്ക് ആ സോങ് ആയിട്ട് ഓള് ഫസ്റ്റ് ഒരു റീൽ ചെയ്യും. അന്ന് ഇവിടെ എല്ലാവരും മുൻപിൽ ഞാൻ അവളെ ബോയ് ഫ്രണ്ട് ആക്കി ചിത്രീകരിച്ച് അവനെ പൊളിപ്പിക്കാൻ, അവൻ റിട്ടേൺ വരും, അവനെ പൊളിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്താണ്. അങ്ങനെ ഓക്കെ, അത് ഞാൻ അറിയാതാണ് ഇതെല്ലാം ചെയ്യുന്നത്, എൻ്റെ പെർമിഷൻ ഇല്ലാതെയാണ് അത് ചെയ്തത്. എന്നിട്ട് ഇദ്ദേഹം പറയുന്നത് ഞാൻ ഓക്കെ പറഞ്ഞെന്ന്. ആ ഓക്കെ അല്ലേ സമ്മതം എന്ന് പറയുന്നത് എല്ലാവരും. ഇവൻ ഓക്കെ പറഞ്ഞത് പിന്നെ എന്തിനാണ്? ഒരാൾക്കൊരു കാര്യം ചെയ്യുന്നതിന് സമ്മതം ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അതിന് നോയാണ് പറയേണ്ടത്, അല്ലാതെ ഓക്കെ എന്നല്ല പറയേണ്ടത്. എനിക്കതിൽ താല്പര്യമില്ല, എനിക്ക് ബോയ് ഫ്രണ്ടായിട്ട് തുടരാൻ താല്പര്യമില്ല എന്ന് പറയണം.
അതിന് ഓക്കെ അല്ല പറയേണ്ടത്. അല്ല, ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപാടിയെല്ലാം നടത്തി കഴിഞ്ഞിട്ട് ഓക്കെ പറഞ്ഞില്ലെങ്കിൽ അവിടെ വെച്ച് പണി അവന് കിട്ടുമെന്നുള്ള വിചാരം കൊണ്ട് മാത്രമായിരിക്കും ഓക്കെ എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ വീണ്ടും ജ്യൂസിൽ എന്തെങ്കിലും കലക്കി തന്ന് പഴയതുപോലെ ചെയ്യിപ്പിക്കും എന്ന് കരുതിയായിരിക്കും ഓക്കെ പറഞ്ഞത്. എന്തായാലും നോ എന്നല്ല പറഞ്ഞത്, ഓക്കെ എന്നാണ് പറഞ്ഞത്. അതായത് അനുവദിച്ചിരിക്കുന്നു എന്നാണ് ഈ വ്യക്തി പറയുന്നത്. എന്നിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം പുച്ഛം മാത്രം. അവളോട് എനിക്കൊരു ഫീലിങ്സും ഇല്ലെന്നായിരുന്നു പറയുന്നത്. അതായത് സുഖിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു സുഖവും തോന്നിയില്ല എന്ന് പറയുന്നത് പോലാണ് അവൻ പറഞ്ഞു വെക്കുന്നത്. ഒരു കള്ളക്കഥ ചമച്ച് പ്രണയത്തിലോട്ടാക്കുന്നു. പ്രണയത്തിലോട്ടാക്കണം. എന്നിട്ട് പിന്നെ ഞാൻ പോകാനുള്ള തീരുമാനമായി. ഒരു 1 വീക്കോടെ നിന്നതിന്റെ ശേഷം ഞാൻ പിന്നെ പോകാനുള്ള തീരുമാനമായപ്പോ ഇവള് പ്രഗ്നന്റാന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തു. അപ്പോഴൊന്നും വിളിച്ച് പറഞ്ഞിട്ടില്ല എന്ത്? അതായത് സ്വാഭാവികമായിട്ട് വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് പ്രഗ്നന്റ് ആണെങ്കിൽ ആദ്യം ഫസ്റ്റ് പറയേണ്ടത്, ഞാൻ അറിഞ്ഞിട്ട് പോലും എന്നോടല്ല പറയുന്നത്. അവള് ഫുള്ള് പബ്ലിക്കിന് മുമ്പിലാണ്. അവള് പ്രഗ്നന്റ് ആയാലും ടോയ്ലറ്റ് പോയാലും ഇത് മൊത്തം എന്നോടല്ല പറയുന്നത്, പബ്ലിക്കിന് മുമ്പിൽ അവള് പറയുന്നത്. അവൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അത് ഇവനോടാണ് ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ ഇവൻ എങ്ങനെയെങ്കിലും തടി തപ്പിയാനെ. അതിലവൻ പറയുന്നുണ്ട് ഇവൻ വെളിനാട്ടിലോട്ട് അങ്ങോട്ട് പോകാനിരുന്നയാണെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് അറിഞ്ഞുകൊണ്ട് ഇവൻ വെളിനാട്ടിലോട്ട് തന്നെ പോയേനെ. അതെന്തായാലും ഫസ്മിനയുടെ ബുദ്ധിയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഇവനെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിച്ചല്ലോ, ഇവനെ പൂട്ടിയല്ലോ. വേറെ വല്ലവരും ഒക്കെ ആയിരുന്നെങ്കിൽ ഇവൻ നൈസായിട്ട് ഒഴിവാക്കിയാനെ. ഇത് ഫസ്മിനെ ആയതുകൊണ്ടാണ് ഇതിനകത്ത് അകപ്പെട്ട് പോയത്. പരിപാടികൾ നടത്തുക, പോവുക, ഇതായിരുന്നു ഇവൻ്റെ പരിപാടി. പക്ഷേ ഇവിടെ പരിപാടി നടത്തിയപ്പം പിടിച്ച് കെട്ടിപ്പിച്ചു എന്ന് മാത്രം. അതിൻ്റെ വിഷമാണ് ഈ പറഞ്ഞ് തീർക്കുന്നത്. ഞാനൊന്നും അറിഞ്ഞില്ലേ നാമനാരായണ, എന്നെ പിടിച്ച് കെട്ടിപ്പിച്ചു, ഞാനൊരു പരിപാടി നടത്തിയതേ ഉള്ളൂ. ഇതാണ് ഇവൻ്റെ വെടിക്കഥ. ഇത് മാത്രമാണ് ഇവൻ്റെ കഥ, വേറെ ഒന്നുമില്ല. പിന്നെ ഞാൻ എന്താ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. പ്രഗ്നന്റ് ആയിട്ട് വീഡിയോ ചെയ്യണം. ഞാനേ ഒന്നും അറിഞ്ഞിട്ട് പോലും. അപ്പൊ ഈ ലല്ലു വീഡിയോ കാണുന്നത് എങ്ങനെയാ? ഞാൻ വീഡിയോ കാണുന്നത് ഇൻസ്റ്റേ വഴിയാണ് വീഡിയോ കാണുന്നത്. എല്ലാവരും കാണില്ല. എന്തോ കോൾ റെക്കോർഡിങ് ഓളോ ഫ്രണ്ടിനായിട്ട് സംസാരിക്കണേ കോൾ റെക്കോർഡിലാണ് ആ വീഡിയോ അത് പുറത്തുപോയി. അതിന്റെ ശേഷം ഓളൊരു വീഡിയോ ഇട്ടു. ഇതൊക്കെയാണ് ഞാൻ കാണുന്നത്. അല്ല ഞാൻ അവള് പ്രഗ്നന്റ് ആക്കിയ ഞങ്ങൾ തമ്മിൽ ആകെ 2 ആഴ്ചത്തെ ബന്ധം. ഈ 2 ആഴ്ചത്തെ ബന്ധമാണ്. ഈ 2 ആഴ്ചത്തെ ബന്ധത്തിൽ 1 ആഴ്ചയായിട്ട് ഞാൻ അവളായിട്ട് ഫിസിക്കലായിട്ട് ഒരു തേങ്ങ ഉണ്ടായിട്ടില്ല. ഈ മിഠായി തന്ന ദിവസമാണ് ഞാൻ ഫിസിക്കലായിട്ട് ഉണ്ടാവുന്നത്. ഈ മിഠായി തന്ന ടൈമില് അന്ന് സംഭവിച്ച് ആ സംഭവം കഴിഞ്ഞ് 4ാമത്തെ ദിവസം പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുമ്പോൾ എങ്ങനെ പോസിബിൾ ആണ് കാര്യം? ഞാനാണ് അതിന്റെ ഉത്തരവാദിത്വം. എനിക്ക് അന്ന് അറിവില്ല ബ്രോ, എനിക്ക് അന്ന് അറിവില്ല. ഞാൻ ഉള്ള ഓപ്പണായിട്ട് പറയാലോ, എനിക്ക് അതിനെ കുറിച്ച് ഒരു അറിവില്ല. എന്തായാലും 24 തികഞ്ഞ പാവൻ ഡ്രൈവറെ പീഡിപ്പിച്ച് കല്യാണം കഴിപ്പിച്ച് ഒരു കൊച്ചിൻ്റെ അച്ഛനാക്കാൻ നോക്കിയ കഥയാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇനി ഇതിൻ്റെ 2ാമത്തെ ഭാഗം ഫസി തെളിവുകളുമായിട്ടായിരിക്കും വരുന്നത്. അപ്പോഴായിരിക്കും പലതും വ്യക്തമാവുന്നത്. അതുവരെ കാത്തിരിക്കാം. ഈ വീഡിയോയുടെ നിർത്തുന്നു. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഓക്കെ, ബൈ, സീ യു.